നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള രാജ്യാന്തര ചലച്ചിത്രമേള IFFKയുടെ 29ാമത് പതിപ്പിനാണ് തലസ്ഥാനം വേദിയാകുന്നത്. ചലച്ചിത്രമേള 3 പതിറ്റാണ്ടിലേക്ക് അടുക്കുമ്പോൾ ജനപങ്കാളിത്തത്തിൻ്റെ കാര്യത്തിലും വിദേശത്തു നിന്നുള്ള അതിഥികളുടെ കാര്യത്തിലും ഏറെ മുന്നോട്ടു പോയി. ജനപങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മേളയാണ് നമ്മുടെ സ്വന്തം കേരള ഫിലിം ഫെസ്റ്റിവൽ, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. ഏഷ്യയിലെ ഏറ്റവും വലിയ മേളയാണ് നമ്മുടേത്. സിനിമയെ ഗൗരവമായി കാണുന്ന വലിയൊരു വിഭാഗം പ്രേക്ഷകരും ഇവിടെ എത്തുന്നു. ഈ വർഷവും മികച്ച ചലച്ചിത്രങ്ങളും പ്രശസ്തരായ ചലച്ചിത്ര പ്രതിഭകളെയും കൊണ്ടുവന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ പാലിച്ചു പോരുന്ന മാനദണ്ഡങ്ങൾ തന്നെയാണ് ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനായി സ്വീകരിച്ചത്. ഏറ്റവും നല്ല ചിത്രങ്ങൾ, മറ്റു മേളകളിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങൾ എന്നിവയൊക്കെയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുക. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമയും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 ചിത്രവും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 ചിത്രവും പ്രദർശിപ്പിക്കും. ലോക സിനിമ വിഭാഗത്തിൽ 63 സിനിമ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ 13 ചിത്രങ്ങളടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറിറ്റ്സ് മറ്റൊരു ആകർഷണമായിരിക്കും. ചർച്ചയായ ശ്രദ്ധിക്കപ്പെട്ട നിരൂപക ശ്രദ്ധ നേടിയ ചിത്രങ്ങളാണ് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ ഉള്ളത്. വർത്തമാനകാല സാഹചര്യത്തിൽ പൊതുസമൂഹം സിനിമാ മേഖലയെക്കുറിച്ചുള്ള ചർച്ച ഏറ്റെടുത്തിട്ടുണ്ട്. ലോക സിനിമയിലെ സ്ത്രീ സാന്നിധ്യങ്ങളെ ആദരിക്കാനും അടയാളപ്പെടുത്താനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുമുള്ള വേദിയായി മേള മാറും. മലയാള സിനിമയുടെ ശൈശവ ദശ മുതൽ 80കളുടെ തുടക്കം വരെ തിരശ്ശീലയിൽ തിളങ്ങിയ മുതിർന്ന നടിമാരെ മറക്കില്ലൊരിക്കലുമെന്ന പേരിൽ ആദരിക്കുന്നുണ്ട്. മാനവീയം വേദിയിൽ വലിയ പരിപാടിയായിട്ടാണ് അത് സംഘടിപ്പിക്കുന്നത്. ചലച്ചിത്രകലയിലെ സ്ത്രീ സാന്നിധ്യത്തിന് ഈ വർഷത്തെ മേള നൽകുന്ന പ്രാമുഖ്യത്തിൻ്റെ അടയാളം കൂടിയാണിത്. തുടർന്ന് ഇവരുടെ സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള സംഗീത പരിപാടിയും ഉണ്ടാകും. മലയാളം സിനിമ ടുഡേയിൽ 4 സിനിമകൾ വനിതാ സംവിധായകരുടേതാണ്. അതിൽ ഒരു സിനിമ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മത്സരിക്കുന്നുണ്ട്. മേളയിൽ മൊത്തത്തിൽ സ്ത്രീ സംവിധായകരുടെ 52 സിനിമ പ്രദർശിപ്പിക്കും. സിനിമാ ലോകത്തെ സ്ത്രീ സാന്നിധ്യങ്ങൾക്ക് അംഗീകാരം നൽകുന്ന ഫീമെയിൽ ഗെയ്സ് എന്ന വിഭാഗം മറ്റൊരു പ്രത്യേകതയാണ്. ഇതിൽ 7 ചിത്രം പ്രദർശിപ്പിക്കും. നമ്മൾ യുദ്ധം, അധിനിവേശം എന്നിവയുടെ ഭീകരത അത്രയേറെ അനുഭവിച്ചിട്ടില്ല. ഇതെഴുതും എവിടെയൊക്കെയോ ബോംബുകളുടെയും വെടിയുണ്ടകളുടെയും ഒച്ചകളുണ്ട്. അതിനിടയിൽ ജീവനു വേണ്ടി ആർത്തലയ്ക്കുന്ന മനുഷ്യരുടെ അവസ്ഥയുണ്ട്. അത്തരം അവസ്ഥകൾ ആലേഖനം ചെയ്യപ്പെടുന്ന സിനിമകൾ മേളയിൽ ഉണ്ടാകും. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ അർമേനിയയിൽ നിന്നുള്ള 7 ചിത്രം പ്രദർശിപ്പിക്കും. 1 നൂറ്റാണ്ട് പിന്നിടുന്ന അർമേനിയൻ സിനിമയോടുള്ള ആദരസൂചകമായാണ് പ്രദർശനം. അമേരിക്കറ്റ്സ്, ഗേറ്റ് ടു ഹെവൻ, ലാബറിന്ത്, ലോസ്റ്റ് ഇൻ അർമേനിയ, പരാജിനോവ്, ഷുഡ് ദി വിൻഡ് ഡ്രോപ്പ്, ദി ലൈറ്റ് ഹൗസ് എന്നീ സിനിമകളാണ് മേളയിൽ എത്തുന്നത്. മലയാള സിനിമയും 100 വർഷത്തിലേക്ക് കടക്കുകയാണ്. കൈരളി, നമ്മുടെ സിനിമയും ലോകത്തിൻ്റെ സിനിമയും തമ്മിൽ ഒരു ഐക്യം എവിടെയൊക്കെയോ ഉണ്ട്. 50 ലോക ചലച്ചിത്ര ആചാര്യന്മാർ ആദരമർപ്പിക്കുന്ന ഡിജിറ്റൽ ആർട്ട് എക്സിബിഷനുമുണ്ട്. സിനിമ ആൽക്കമി, എ ഡിജിറ്റൽ ആർട്ട് ട്രിബ്യൂട്ട് എന്ന എക്സിബിഷൻ സംവിധായകൻ TK രാജീവ് കുമാറാണ് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. കലാസംവിധായകനും ചലച്ചിത്രകാരനുമായ റാസി മുഹമ്മദിൻ്റെ 50 ഡിജിറ്റൽ പെയിൻറ്റിങ്ങുകൾ പ്രദർശനത്തിൽ ഉണ്ടാകും. തോപ്പിൽ ഭാസി, P. ഭാസ്കരൻ, പാറപ്പുറത്ത് എന്നിവരോടുള്ള ആദരസൂചകമായി മേളയിൽ ലിറ്റററി ട്രിബ്യൂട്ട് സംഘടിപ്പിക്കും. തോപ്പിൽ ഭാസി തിരക്കഥ എഴുതി P. ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം, പാറപ്പുറത്ത് കഥയും തിരക്കഥയും എഴുതിയ അരനാഴിക നേരം, P. ഭാസ്കരൻ്റെയും രാമു കാര്യാട്ടിൻ്റെയും കൂട്ടുകെട്ടിൽ സംവിധാനം ചെയ്ത നീലക്കുയിൽ എന്നീ സിനിമകളുടെ പ്രദർശനം മേളയിൽ ഉണ്ടാകും. മേളയുടെ പ്രചരണാർത്ഥം കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിൽ നിന്ന് ടൂറിംഗ് ടാക്ടീസ് പ്രദർശനം നടത്തി. 13 ജില്ലകളിൽ പ്രദർശനം സംഘടിപ്പിച്ചു. സ്മൃതി ദീപപ്രയാണവും മേളയുടെ ഭാഗമായി.
ചലച്ചിത്ര പ്രതിഭകളായ ജെസി ഡാനിയൽ, PK റോസി, പ്രേം നസീർ, സത്യൻ, നെയ്യാറ്റിങ്കര കോമളം എന്നിവരുടെ സ്മൃതി മണ്ഡപങ്ങളിലും ചരിത്രപ്രസിദ്ധമായ മെരിലാൻഡ് സ്റ്റുഡിയോയിലും ആദരമർപ്പിച്ചായിരുന്നു പ്രയാണം. മാനവീയം വീതിയിൽ ആ ദീപശിഖ മേളയുടെ സമാപനം വരെ ജ്വലിക്കും. മേളയുടെ ഭാഗമായി 50 ലോക ചലച്ചിത്ര ആചാര്യർക്ക് ആദരമർപ്പിച്ച് ഡിജിറ്റൽ ആർട്ട് എക്സിബിഷൻ സംഘടിപ്പിക്കും. സിനിമ ആൽക്കെമി ഡിജിറ്റൽ ആർട്ട് ട്രിബ്യൂട്ട് എക്സിബിഷൻ്റെ ക്യൂറേറ്റഡ് സംവിധായകൻ TK രാജീവ് കുമാറാണ്. കലാസംവിധായകനും ചലച്ചിത്രകാരനുമായ റാസി മുഹമ്മദിൻ്റെ 50 ഡിജിറ്റൽ പെയിൻറ്റിങ്ങുകൾ പ്രദർശനത്തിൻ്റെ ഭാഗമാണ്. അഗിര കുറോസോവ, അലൻ റിനെ, ആൽഫ്രഡ് ഹിച്ച്കോക്ക്, തർക്കോവ്സ്കി, അഡൂർ, അരവിന്ദൻ, ആഗ്നസ് വാർദ, മാർത്ത മെസറോസ്, മീര നായർ തുടങ്ങിയ 50 ചലച്ചിത്ര പ്രതിഭകൾ അണിനിരക്കുന്ന പ്രദർശനം ഡിജിറ്റൽ ചിത്രകലയും ചലച്ചിത്രകലയും സമന്വയിപ്പിക്കുന്ന അപൂർവ ദൃശ്യ വിരുന്നാണ്. 3 പതിറ്റാണ്ടോടടുക്കുമ്പോൾ IFFK കേരളത്തിൽ ചലച്ചിത്ര പ്രബുദ്ധതയുള്ള പ്രേക്ഷക സമൂഹത്തെ മാത്രമല്ല സൃഷ്ടിച്ചത്. വേറിട്ട കാഴ്ചപ്പാടുള്ള ഒരു കൂട്ടം യുവ സംവിധായകരും മേളയ്ക്കൊപ്പം വളർന്നു വന്നു. അവരിൽ പലരുടെയും ചിത്രങ്ങൾ IFFKയിൽ പ്രദർശിപ്പിച്ചു. പല സിനിമകളും പുരസ്കാരങ്ങൾ നേടി. വീണ്ടും ഒരു സിനിമാകാലം വന്നെത്തി. ലോക സിനിമാ ഭൂപടം ഇനിയൊരു ആഴ്ച തിരുവനന്തപുരം നഗരത്തിന് ചുറ്റിപ്പറ്റിയാണ്. ഡിസംബർ 13 തുടങ്ങി 20 വരെ 15 തിയേറ്ററിലായി നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 68 രാജ്യത്തു നിന്നുള്ള 177 സിനിമ പ്രദർശിപ്പിക്കും. 13,000-ലധികം പ്രതിനിധികൾ മേളയിൽ പങ്കെടുക്കും. 100ഓളം ചലച്ചിത്ര പ്രവർത്തകർ അതിഥികളായി എത്തും. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമ, മലയാള സിനിമ ചുടയിൽ 12 ചിത്രവും ഇത്തവണ മേളയിലുണ്ട്. ഇന്ത്യൻ സിനിമ നൗവിൽ 7ഉം ലോക സിനിമ വിഭാഗത്തിൽ 63 സിനിമയും പ്രദർശിപ്പിക്കും. മുൻനിര മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ 13 ചിത്രങ്ങളടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറിറ്റ്സ് മേളയുടെ ആകർഷണമായിരിക്കും. അർമേനിയയിൽ നിന്നുള്ള 7 ചിത്രം കൺട്രി ഫോക്കസ് വിഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കും. ദക്ഷിണ കൊറിയൻ സംവിധായകൻ ഹോങ് സാങ് സു, സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ നടി ഷബാന ആസ്മി, ഛായാഗ്രാഹകൻ മധു അമ്പാട്ട് എന്നിവരുടെ റെട്രോസ്പെക്റ്റീവ് ദ ഫീമെയിൽ ഗെയ്സ് എന്ന പേരിലുള്ള വനിതാ സംവിധായകരുടെ ചിത്രങ്ങളുടെയും ലാറ്റിൻ അമേരിക്കൻ സിനിമകളുടെയും പ്രത്യേക പാക്കേജുകൾ, കലൈഡോസ്കോപ്പ്, മിഡ്നൈറ്റ് സിനിമ, ആനിമേഷൻ ചിത്രങ്ങൾ, ചലച്ചിത്ര അക്കാദമി പുനരുദ്ധരിച്ച 2 ചിത്രം ഉൾപ്പെടെ ഉള്ള റീസ്റ്റോർഡ് ക്ലാസിക്സ്, P. ഭാസ്കരൻ, പാറപ്പുറത്ത്, തോപ്പിൽ ഭാസി എന്നീ പ്രതിഭകളുടെ ജന്മശതാബ്ദി വേളയിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ എന്നിവയാണ് മേളയുടെ മറ്റു പ്രധാന ആകർഷണങ്ങൾ. തിയേറ്ററുകളിൽ ആകെ സീറ്റിൻ്റെ 70% റിസർവേഷൻ ചെയ്തവർക്കും 30% റിസർവേഷൻ ഇല്ലാത്തവർക്കുമായാണ് പ്രവേശനം. മുതിർന്ന പൗരന്മാർക്ക് ക്യൂ നിൽക്കാതെ പ്രവേശനം ലഭിക്കും. ഡെലിഗേറ്റുകൾക്കായി KSRTCയുടെ 2 ഈ ബസ്സുകൾ പ്രദർശനവേദികളെ ബന്ധിപ്പിച്ചുകൊണ്ട് പ്രത്യേക സൗജന്യ സർവീസ് നടത്തും. മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറം, ഇൻ കോൺവെർസേഷൻ, മീറ്റ് ദ ഡയറക്ടർ, അരവിന്ദൻ സ്മാരക പ്രഭാഷണം, പാനൽ ഡിസ്കഷൻ എന്നിവയും ഉണ്ടായിരിക്കും. മാനവീയം വേദിയിൽ ഡിസംബർ 14 മുതൽ 19 വരെ വൈകിട്ട് 6:30 കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും. അനിത ഷേഖ്, ദിവ്യ നായർ, പുഷ്പവതി, പ്രാർത്ഥന, ഫംഗസ് ബാൻഡ്, ONB ക്വയർ എന്നിവയുടെ സംഗീത പരിപാടികളും ഉണ്ടാകും. സമാപന ചടങ്ങിന് മുന്നോടിയായി ഡിസംബർ 20 നിശാഗന്ധിയിൽ രാജേഷ് ചേർത്തലയുടെ ഓടക്കുഴൽ കച്ചേരിയും നടക്കും. കാലത്തിനും ദേശത്തിനും അതീതമായി ഛായാഗ്രഹണ കലയുടെ വ്യാകരണം പുതുക്കിപ്പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ചലച്ചിത്രകാരൻ മധു അമ്പാട്ടിന് മേളയുടെ ആദരം. ഇതിൻ്റെ ഭാഗമായി ഛായാഗ്രാഹകനും സംവിധായകനുമായ മധു അമ്പാട്ടിൻ്റെ 4 ചിത്രങ്ങൾ റെട്രോസ്പെക്റ്റീവ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. 5 പതിറ്റാണ്ടായി ചലച്ചിത്ര മേഖലയ്ക്ക് നൽകി വരുന്ന സംഭാവനകൾക്കുള്ള അംഗീകാരമായാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള മധു അമ്പാട്ടിനെ ആദരിക്കുന്നത്. ആൻ ഓഡ് ടു ലോസ്റ്റ് ലവ്, പിൻവാതിൽ, അമരം, ഒക്കാമാഞ്ചി പ്രേമകഥ എന്നീ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. പുതുമയുള്ള സിനിമകളുടെ സാക്ഷാത്കാരത്തിനായി യുവ സംവിധായകരോടും സാങ്കേതിക പ്രവർത്തകരോടും സഹകരിക്കാൻ അദ്ദേഹം സദാ സന്നദ്ധത പുലർത്തിയിട്ടുണ്ട്. ഏഷ്യയിലെ തന്നെ അറിയപ്പെടുന്ന ഛായാഗ്രഹനായ അദ്ദേഹം നിരവധി ദേശീയ, അന്തർദേശീയ, സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുണ്ട്. ന്യൂയോർക്ക് റോച്ചെസ്റ്റൻ അവാർഡ്, മികച്ച ഛായാഗ്രഹകനുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്,
രാമു കരിയാട്ട് അവാർഡ്, സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഛായാഗ്രഹനുള്ള അവാർഡ് എന്നിവ ഇതിൽപ്പെടുന്നു. ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന അർമേനിയൻ സിനിമയ്ക്കുള്ള ആദരവുമായി മേള. ഈ വർഷത്തെ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ അർമേനിയയിൽ നിന്നുള്ള 7 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. പശ്ചിമേഷ്യൻ സംസ്കാരത്തിൻ്റെ നേർക്കാഴ്ചകളുടെയും ചെറുത്തുനിൽപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥ പറയുന്ന സിനിമകൾ പുതിയ അനുഭവമാകും. അമേരിക്കൻ സി, ഗേറ്റ് ടു ഹെവൻ, ലവ് വൃന്ദ, ലോസ്റ്റ് ഇൻ അർമേനിയ, പരാജിനോ, ഷുഡ് ദ വിൻഡ് ഡ്രോപ്പ്, ദ ലൈറ്റ് ഹൗസ് എന്നീ സിനിമകളാണ് മേളയിലെത്തുന്നത്. യുദ്ധത്തിൻ്റെയും കുടിയിറക്കലിൻ്റെയും പശ്ചാത്തലത്തിലുള്ള ഈ സിനിമകൾ പ്രതിരോധം, സാംസ്കാരികം, വൈവിധ്യം, സ്വത്വം, അതിജീവനം എന്നിവയുടെ നേർക്കാഴ്ചകളാണ്. 1940കളുടെ ഒടുവിൽ സ്വവർഗ അനുരാഗത്തിൻ്റെ പേരിൽ തടവിലാക്കപ്പെട്ട വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ സെർജി പരാജിനോവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ചിത്രീകരിച്ച പരാജിനോവ് പ്രദർശനത്തിലെ മുഖ്യ ആകർഷണമാകും. ലോക ചലച്ചിത്രമേളകളിൽ ജനപ്രീതി നേടിയ 13 ചിത്രം പ്രദർശിപ്പിക്കും. മീറ്റിംഗ് വിത്ത് പോൾപോട്ട്, ഗ്രാൻഡ് ടൂർ, കോട്ട് ബൈ ദി ടൈഡ്സ്, ദ റൂം നെക്സ്റ്റ് ഡോർ, ഐ ആം സ്റ്റിൽ ഹിയർ, അനോറ, എമിലിയ പെരസ്, സസ്പെൻഡഡ് ടൈം, ദി വിറ്റ്നസ്, ദ ഗേൾ വിത്ത് ദ നീഡിൽ, ഷിഖുൻ, വെർമിഗ്ലിയോ, ദ സബ്സ്റ്റൻസ് എന്നിവയാണ് പ്രദർശനത്തിനെത്തുന്ന ചിത്രങ്ങൾ. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ആണ് തുടക്കമിട്ടത്. ആദ്യവേദിയായ കൊച്ചി മുതൽ കോഴിക്കോടും തിരുവനന്തപുരത്ത് എത്തി നിൽക്കുന്നു സിനിമാ മേള. കേരളത്തിൻ്റെ ഉത്സവമായ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരള ഓരോ വർഷവും പല വേദികളിൽ നടത്താനുള്ള സാങ്കേതികത്വം ഇന്ന് കൈവരിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ നിന്നുമപ്പുറം അന്താരാഷ്ട്ര നിലവാരമുള്ള മേളയാകണം ഇത്. കഴിഞ്ഞ 2 വർഷമായി ഇൻ്റർനാഷണൽ ക്യൂറേറ്റേഴ്സ് വന്നതോടെ തിരഞ്ഞെടുക്കുന്ന സിനിമകളിൽ മാറ്റം വന്നിട്ടുണ്ട്. മാത്രമല്ല, അവർ മലയാള സിനിമയുടെ പ്രചാരകരുമായി മാറി. ഒരാഴ്ചക്കാലം പടം കാണാനുള്ള അവസരമാണ്. അതിലൂടെ ലഭിക്കുന്ന അറിവ് ഉപകാരപ്രദമാക്കണം. കാലത്തെ അതിജീവിക്കുന്ന പടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് ഉറപ്പാക്കണം. മറ്റ് രാജ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടണം. അതേപോലെ മത്സര വിഭാഗം സിനിമകൾ മറ്റു പ്രധാന മേഖലകളിൽ പോയി വരാൻ സമ്മതിക്കരുത്. പ്രഗത്ഭരുടെ മികച്ച സിനിമകൾ നേരിട്ട IFFKയിലേക്ക് സബ്മിറ്റ് ചെയ്യാവുന്ന തലത്തിലേക്ക് മാറണം. പൊതുവെ ഡിസംബർ ആവുമ്പോഴേക്കും മറ്റു ഫെസ്റ്റിവലുകളിൽ വന്ന സിനിമകളാകും ഇവിടേക്ക് വരുന്നത്. അത്തരം സിനിമകൾക്ക് അവാർഡ് നൽകുന്നതിന് പകരം വളരെ പുതിയ മികച്ച സിനിമയ്ക്ക് പുരസ്കാരം പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് എത്തണം. മത്സര വിഭാഗം സിനിമകളുടെ പ്രവർത്തന രീതിയുടെ വിപുലീകരണം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം വിഖ്യാത ഹോങ്കോങ് ചലച്ചിത്ര പ്രവർത്തക ആൻ ഹുയിക്ക്, സംവിധായക, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, നടി എന്നീ നിലകളിൽ സിനിമയിൽ വിവിധ തലങ്ങളിൽ ഇടപെടൽ നടത്തുന്നയാളാണ് ഹുയി. ഏഷ്യയിലെ വനിതാ സംവിധായകമാരിൽ പ്രധാനിയായ ആൻ ഹുയി ഹോങ്കോങ് നവതരംഗ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ പ്രയോക്താക്കളിൽ ഒരാളാണ്. അരനൂറ്റാണ്ടായി ഹോങ്കോങ്ങിലെ സ്ത്രീകളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ആവിഷ്കാരങ്ങളിലൂടെ സാമൂഹ്യ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുകയാണ് 77കാരിയായ സംവിധായിക. ഹോങ്കോങ് നവതരംഗ മുന്നേറ്റത്തിന് സ്ത്രീപക്ഷ കാഴ്ചപ്പാട് പകർന്നു നൽകിയത് ആൻ ഹുയിയാണ്. ഏഷ്യൻ സംസ്കാരങ്ങളിലെ വംശീയത, ലിംഗവിവേചനം, ബ്രിട്ടീഷ് കോളനി എന്ന നിലയിൽ നിന്ന് ചൈനയുടെ കീഴിലേക്കുള്ള ഹോങ്കോങ്ങിൻ്റെ ഭരണമാറ്റം, ജനജീവിതത്തിൽ സൃഷ്ടിച്ച പരിവർത്തനങ്ങൾ, കുടിയേറ്റം, സാംസ്കാരികമായ അന്യവൽക്കരണം എന്നിവയാണ് ആൻ ഹുയി സിനിമകളുടെ മുഖ്യ പ്രമേയങ്ങൾ. 1979 സംവിധാനം ചെയ്ത ദ സീക്രട്ട് ആണ് ആദ്യ ചിത്രം. തുടർന്ന് 26 ഫീച്ചർ സിനിമയും 2 ഡോക്യുമെൻ്ററിയും നിരവധി ഹ്രസ്വ ചിത്രങ്ങളും സംവിധാനം ചെയ്തു. ഹോങ്കോങ് ഫിലിം അവാർഡിൽ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം 6 തവണ നേടിയ ഏക ചലച്ചിത്ര പ്രതിഭയാണ് 2020 നടന്ന 77ാമത് വെനീസ് ചലച്ചിത്രമേളയിൽ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള ഗോൾഡൻ ലയൺ പുരസ്കാരം നേടിയിരുന്നു. 1977 47ാമത് ബെർലിൻ ചലച്ചിത്രമേളയിൽ ബെർലിനാലെ ക്യാമറ പുരസ്കാരം, 2014 19ാമത് ബുസാൻ മേളയിൽ ഏഷ്യൻ ഫിലിം മേക്കർ ഓഫ് ദി ഇയർ അവാർഡ്, ന്യൂയോർക്ക് ഏഷ്യൻ ചലച്ചിത്രമേളയിൽ സ്റ്റാർ ഏഷ്യ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് എന്നിങ്ങനെ മുൻനിര മേളകളിലെ നിരവധി അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ ആൻ ഹുയിക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻ ഹുയിയുടെ 5 സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. ജൂലൈ
റാപ്സഡി, ബോട്ട് പീപ്പിൾ, 18 സ്പ്രിങ്സ്, എ സിമ്പിൾ ലൈഫ്, ദ പോസ്റ്റ് മോഡേൺ ലൈഫ് ഓഫ് മൈ ഓൺഡ് എന്നീ ചിത്രങ്ങളാണ് കാണിക്കുക. കക്ഷി രാഷ്ട്രീയമില്ലാതെ നമുക്ക് സിനിമയെ നോക്കിക്കാണാം. സിനിമയെ ആസ്വദിക്കാം, സിനിമയെ നോക്കിക്കാണാം, സിനിമയെ ചർച്ച ചെയ്യാം. സിനിമ ചർച്ചകളിലേക്ക് ഭേദമില്ലാതെ ഏവർക്കും സ്വാഗതം. എത്ര സുന്ദരമായ വാചകങ്ങൾ! അന്വർത്ഥമാകട്ടെ.